ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പിഗ് ഫ്രൈ അഥവാ പോർക്ക് ഫ്രൈ ആണ്. പിഗ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും അതിനോടൊരു ഇഷ്ടക്കുറവാണ്. എന്നാലും ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോർക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിവിടെ 3/4 kg ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി പ്രഷർ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞ് പകുതി നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇതൊന്നും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ മൂടി വയ്ക്കാം. അപ്പോൾ ദേ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വയ്ക്കാം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല, കാരണം ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ദേ ഇവിടെ 7-8 വിസിലിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. കുരുമുളക്, 3-4 ഏലക്ക, 4 ഗ്രാമ്പു, ഉലുവ, ജീരകം എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കണം എന്നില്ല, ഇഷ്ടമുള്ളവർ ചേർക്കുക, പെരിഞ്ജീരകം, ഗരം മസാല, മീറ്റ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ചെറിയ കഷ്ണം കറുകപ്പട്ട. ഇതിൽ കുരുമുളകും ഏലക്ക, ജീരകം, പെരിഞ്ജീരകം, ഗ്രാമ്പു, കറുകപ്പട്ട ഇവയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. 2 വലിയ സവോള നീളത്തിൽ അരിഞ്ഞത്, 10-12 ഉള്ളി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, അതായത് 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ചെറിയ 3-4 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് മല്ലിയില, വേപ്പില, പുതിനയില, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി ഒന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. എന്നിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനായിട്ട്. ഈ വെളുത്തുള്ളി ഇഞ്ചിയും പാകമായി വരുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു മണം വരും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴുണ്ടാവുന്ന ഒരു സ്മെല്ല് വരും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞ് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിന് മാത്രമല്ല, എന്തിനു തന്നെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ജീരകം, പെരിഞ്ജീരകമൊക്കെ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാക്കൊത്തും സവോളയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. ഇത് കുറച്ചൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മല്ലിയിലയും പുതിനയിലയും ചേർക്കുമ്പോൾ ഏത് കറിക്കായാലും അല്ലെങ്കിൽ ഏത് ഫ്രൈക്കായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. എന്തൊക്കെയായാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ചേർത്ത് തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.